Okay, students, ഞാൻ ഇന്നോടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7th ചാപ്റ്റർ എന്താണ് ചേഞ്ചസ് റോട്ട് ബൈ അയൺ അല്ലേ, അതിലെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം അല്ലേ അടുത്തത്. അപ്പം അതിൻ്റെ മുന്നത്തെ നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ആൻസറും ആൻസറൊക്കെ എഴുതിയെന്ന് വിചാരിക്കുന്നു. നന്നായി മനസ്സിലാക്കുക കേട്ടോ. അത് ടുവാർഡ്സ് ദ ഗംഗാറ്റിക് പ്ലെയിൻ. എന്താണ് ഗംഗാറ്റിക് പ്ലെയിൻ? ഗംഗാ നദിയുടെ എന്താണ് ഗംഗാ സമതലത്തിലേക്ക് അല്ലെ. Later Vedic period is the period during which human life as depicted in the Sama, Yajur and Atharva Vedas existed. എന്താണ് ഈ സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യ ജീവിതം നിലനിന്നിരുന്ന കാലം പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നു അല്ലെ. എന്താണ് ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത്? ഏതാണ് ഈ സാമവേദം, യജുർവേദം, അഥർവവേദം ഒക്കെ എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യ ജീവിതം നിലനിന്നിരുന്ന കാലത്തെയാണ് എന്ത് ലേറ്റർ വേദിക് പീരീഡ് എന്ന് അറിയപ്പെട്ടിരുന്നത് അല്ലെ. The Aryans who had been cattle rearers in the Rigvedic period reached the Gangetic plain in the later Vedic period. The Gangetic valley is the area surrounding river Ganga. Conflict between tribes, emergence of new tribes and growth in population were the main reason for their migration to the Gangetic plain. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയത്? ഈ ഋഗ്വേദിക് പീരീഡ് ഉണ്ടല്ലോ, അതിൽ കന്നുകാലികളെ എന്താണ് മേച്ച് നടന്ന ആര്യന്മാർ പിൽക്കാല വേദ കാലഘട്ടമായപ്പോഴേക്കും ഗംഗാ സമതലത്തിൽ എത്തിച്ചേർന്നു അല്ലെ. അവര് കന്നുകാലികളെ മേച്ച് ലാസ്റ്റ് എന്താക്കി ഗംഗാ സമതലത്തിൽ എത്തിച്ചേർന്നു അല്ലെ. ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശമാണ് എന്ത് ഗംഗാ സമതലം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഗംഗാറ്റിക് വാലി എന്ന് പറയുന്നത്? ഏതാണ് ഈ ഗംഗാ റിവർ അല്ലെ, ഗംഗാ നദിയുടെ ചുറ്റുമുള്ള ആ ഏരിയക്കാണ് എന്ത് ഗംഗാറ്റിക് വാലി എന്ന് അറിയപ്പെടുന്നത് അല്ലെ. അവിടേക്ക് ഈ ആര്യ എത്തിച്ചേർന്നു, ഈ കന്നുകാലികളെ മേച്ചിട്ട് ആര്യന്മാര് എത്തിച്ചേർന്നു അല്ലെ. പിൽക്കാല വേദകാലഘട്ടമായപ്പോഴേക്കും അവരെത്തിച്ചേർന്നു അല്ലെ. ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും പുതിയ ഗോത്രങ്ങളുടെ ഉത്ഭവവും ജനസംഖ്യാ വർധനവും ഈ ഗംഗാ സമതലത്തിൽ ആര്യന്മാർ എത്തിച്ചേരുന്നതിന് കാരണമായി. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അവർ എത്തിക്കാറുന്നത്? കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ട്രൈബ്സ്, എമർജൻസ് ഓഫ് ന്യൂ ട്രൈബ്സ്. എന്താണ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ? അവർ തമ്മിലുള്ള കലഹങ്ങളും പിന്നെന്താണ് എമർജൻസ് ഓഫ് ന്യൂ ട്രൈബ്സ്, പുതിയ ഗോത്രങ്ങളുടെ ഉത്ഭവവും പിന്നെന്താണ് ഗ്രോത്ത് ഇൻ പോപ്പുലേഷൻ, എന്താ ജനസംഖ്യ വർധനവും എന്താണ് ഈ ഗംഗാറ്റിക് പ്ലെയിനിൽ ഇവര് എത്തിച്ചേരാനുള്ള കാരണമായി അല്ലെ. ഇനി എന്താണ് locate the Gangetic plain on map figure 7.1 and identify the present states across which the Gangetic plain stretches. എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് തന്നിരിക്കുന്ന ഒരു മാപ്പ്, ആ മാപ്പിൽ നോക്കിയിട്ട് നിങ്ങൾ എന്താണ് ഈ ഗംഗാ സമതലവും ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടെത്തുക. അത് നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് കണ്ടെത്തി എവിടെയാന്നുള്ളത്. ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഈ ഗംഗാ സമതലം വ്യാപിച്ചിട്ടുള്ളതെന്നും കണ്ടുപിടിക്കുക. ഓക്കെ, നോക്കൂ. ഇനി let us examine the features of the Gangetic plain. എന്താണ് ഇവിടെ ഗംഗാ സമതലത്തിന്റെ പ്രത്യേകതകളാണ് നമുക്ക് പരിശോധിക്കുക. അവിടെ ഡെൻസ് ഫോറസ്റ്റ് ആണ് അല്ലെ, വൻ മരങ്ങൾ നിറഞ്ഞ കാടുകളാണ്, ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ ആണ്, ഫലഭൂയിഷ്ഠമായ ഏക്കൽ മണ്ണാണ്, പ്ലെന്റി ഓഫ് റെയിൻ, എന്താ സമൃദ്ധമായ മഴ ഉണ്ട് അല്ലെ അവിടെയൊക്കെ അല്ലെ. Which metal were used by the Aryans to make tools and weapons when they migrated to the Gangetic plain? ഈ ഗംഗാ സമതലത്തിലേക്ക് വരുമ്പോൾ ആര്യന്മാരുടെ കൈവശമുള്ള ആയുധങ്ങൾ ഏത് ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു? അതായിരുന്നു നമ്മളെ പഠിച്ചിട്ടുണ്ട്, എന്താ ബ്രോൺസ് ആൻഡ് കോപ്പർ അല്ലേ. ഓക്കെ. It was very difficult for them to clear the trees and till the hard soil using their tools made of copper and bronze. അല്ലെ, എന്താ ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടും നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് ഗംഗാ സമതലത്തിൽ മണ്ണിൽ കിളയ്ക്കാനും മരങ്ങൾ മുറിക്കാനും പ്രയാസമായിരുന്നു അല്ലെ. So they set fire to jungles for clearing the area. അപ്പൊ അവരെന്താക്കി ഈ അവർ കാടിന് തീയിട്ടാണ് അവര് മുന്നേറിയത് അല്ലെ. കാടൊക്കെ തീയിട്ടിട്ടാണ് അവരവിടെയൊക്കെ വെട്ടി നിരപ്പാക്കി മുന്നേറിയത്. However, the stems of the burned trees hindered their way forward. It was necessary for them to have a harder metal to make more effective tools and implements, and this led to the invention of iron. എന്താണ് പക്ഷെ മരങ്ങളുടെ കുറ്റികൾക്ക് അവർക്ക് വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാക്കി അല്ലെ. മരങ്ങളുടെ എന്താണ് നമ്മൾ മരം തീയിട്ടാൽ എന്താ മരങ്ങളുടെ കുറ്റികൾ അവിടെ ഉണ്ടാവില്ല, അത് അവർക്ക് വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാക്കി അല്ലെ. മണ്ണിൽ കിളയ്ക്കാനും മരങ്ങൾ മുറിക്കാനും കാഠിന്യമേറിയ ലോഹം കൊണ്ട് നിർമ്മിച്ച പണിയായുധങ്ങൾ ആവശ്യമായിരുന്നു അല്ലെ. അത് ഇരുമ്പിന്റെ കണ്ടത്തിലേക്ക്
നയിച്ചു അല്ലെ. അപ്പൊ അയൺ അങ്ങനെയാണ് എന്താക്കിയത് അവിടെ കണ്ടുപിടിക്കാൻ കാരണമായത് അല്ലെ. വിച്ച് ഇസ് ദ മെറ്റൽ വി യൂസ് ടു മേക്ക് ദ ടൂൾസ് യൂസ്ഡ് ഫോർ ഫെല്ലിംഗ് ട്രീസ് ആൻഡ് പ്ലഫിംഗ് ലാൻഡ്. എന്താണ് ഇന്ന് നമ്മൾ കൃഷിക്കും മരങ്ങൾ മുറിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ആയുധങ്ങളും ഏത് ലോഹം കൊണ്ട് നിർമ്മിച്ചവയാണ്? ഏത് ലോഹം കൊണ്ടാ നിർമ്മിച്ചത്? അയൺ അല്ലെ. ഹൗ ഈസ് ഇൻ അയൺ ഡിഫറെന്റ് ഫ്രം കോപ്പർ ആൻഡ് ബ്രോൺസ്? ഈ അയണും ബ്രോൺസ് ഈ കോപ്പറും ബ്രോൺസും എന്നിവയിൽ നിന്ന് ഇരുമ്പിനുള്ള വ്യത്യാസം എന്താണ്? എന്താണ്? ഉറപ്പ് കുറവായിരിക്കും അല്ലെ. കോപ്പറിനും ബ്രോൺസിനും ഒക്കെ അയണിനാണ് കുറച്ച് ഉറപ്പൊക്കെ ഉള്ളത് അല്ലെ. Okay. The Gangetic Plain was rich in iron or deposit. എന്താണ് ഈ ഗംഗാ സമതലം വൻതോതിൽ ഇരുമ്പിന്റെ നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു. With the invention of iron, the people of the Gangetic Plain made harder weapons and implements with which they could easily clear the jungles. എന്താണ് അവിടെ ഗംഗാ സമതലം എന്താ വൻതോതിൽ ഇരുമ്പിന്റെ നിക്ഷേപമുള്ള ഒരു പ്രദേശമായിരുന്നു അല്ലെ. ഇരുമ്പ് കണ്ടെത്തിയതോടുകൂടി ഉറപ്പുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കി അല്ലെ. ഇരുമ്പ് കണ്ടെത്തിയതോടുകൂടി എന്തായി? ഉറപ്പുള്ള നല്ല ഹാർഡർ ആയിട്ടുള്ള വെപ്പൺസും ഇംപ്ലിമെന്റ്സും ഒക്കെ അവരുണ്ടാക്കി അല്ലെ. അത് ഈസി ടു ക്ലിയർ ദ ജംഗിൾസ്. എന്തായി? അതുകൊണ്ട് കാടുകൾ വെട്ടിത്തെളിച്ചു അല്ലെ. They used iron ploughs for tilling hard soil. Agriculture became the prime occupation. This period in which iron implements were used is known as the Iron Age. എന്താണ് അവര് ഈ ഇരുമ്പ് കണ്ടെത്തിയതോടുകൂടി ഉറപ്പുള്ള വെപ്പൺസും ഇംപ്ലിമെന്റ്സും ഒക്കെ ഉണ്ടാക്കി കാടുകൾ വെട്ടിത്തെളിച്ചു. പിന്നെന്താണ് കലപ്പകൾ ഉപയോഗിച്ച് നിലം ഉഴുതു അല്ലെ. എന്താണ് കൃഷി മുഖ്യ തൊഴിലായി മാറി. ഇരുമ്പ് ഉപയോഗിച്ച ഈ കാലഘട്ടത്തിനാണ് എന്ത്? അയൺ ഏജ് എന്നറിയപ്പെടുന്നത് അല്ലെ. ഇരുമ്പ് ഉപയോഗിച്ച് അതായത് ദിസ് പീരീഡ് ഇൻ വിച്ച് ദി അയൺ ഇംപ്ലിമെന്റ്സ് വെർ യൂസ്ഡ് ഈസ് നോൺ ആസ് അയൺ ഏജ്. എന്താണ് ഇരുമ്പ് ഉപയോഗിച്ച ഈ കാലഘട്ടം ഇരുമ്പ് യുഗം എന്ന് അറിയപ്പെടുന്നു. ഹൗ ഫാർ വേർ ദ കണ്ടീഷൻസ് ഇൻ ദ ഗംഗാറ്റിക് പ്ലെയിൻ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചർ? എന്താണ് ഈ ഗംഗാ സമതലത്തിലെ സാഹചര്യങ്ങൾക്ക് കൃഷിക്ക് എത്രമാത്രം അനുകൂലമായിരുന്നു? Write down your opinion. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ അഭിപ്രായം എഴുതുക. Okay. Let us see the major impacts of the shift from cattle rearing to agriculture. എന്താണ് ഈ കന്നുകാലി വളർത്തലിൽ നിന്ന് കൃഷിയിലേക്കുള്ള മാറ്റത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം അല്ലെ. എന്താണ് let us see the major impacts of shift from cattle rearing to agriculture. എന്താണ് കന്നുകാലി വളർത്തലിൽ നിന്ന് കൃഷിയിലേക്കുള്ള അല്ലെ കാറ്റിൽ റിയറിംഗിൽ നിന്ന് അഗ്രികൾച്ചറിലേക്കുള്ള ചേഞ്ചിന്റെ ഫലങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. എന്താണ് ബിഗിനിങ് ഓഫ് സെറ്റിൽഡ് ലൈഫ്. എന്താ സ്ഥിരവാസം ആരംഭിച്ചു അല്ലെ. ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. എന്താണ് കാർഷികോൽപാദനം വർദ്ധിച്ചു. എക്സ്ചേഞ്ച് ഓഫ് സർപ്ലസ് പ്രോഡക്ട്സ്. എന്താ മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു അല്ലെ. ഡിസ്കസ് ദ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ് ബ്രോട്ട് അബൌട്ട് ബൈ ദ invention of iron and iron implements along the Gangetic Plain. എന്താ ഗംഗാ സമതലത്തിലെ ഈ ഗംഗാറ്റിക് പ്ലെയിനിലെ മനുഷ്യ ജീവിതത്തിൽ ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവും ഉണ്ടാക്കിയ മാറ്റങ്ങൾ ചർച്ച ചെയ്ത് കുറിപ്പാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ എന്താണ് ഇരുമ്പ് കണ്ടുപിടിച്ചതും എന്താണ് അതിന്റെ ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവും ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ. Prepare a brief note based on your discussion. എന്താണ് നിങ്ങളെ എഴുതിയിട്ട് എന്താണ് ഒരു ബ്രീഫ് നോട്ട് തന്നെ നിങ്ങളുടെ ഡിസ്കഷനിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. The earthenware used by the people of later Vedic period is known as painted grey ware. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പിൽക്കാല വേദകാലത്ത് ലേറ്റർ വേദിക് പീരീഡിൽ അല്ലെ നോക്കൂ ലേറ്റർ വേദിക് പീരീഡിൽ എന്താണ് ജനങ്ങൾ ഉപയോഗിച്ച മൺപാത്രങ്ങൾ ചായം തേച്ച ചാരനിറങ്ങൾ പെയിന്റഡ് ഗ്രേ വെയർ അല്ലെ ചായം തേച്ച ചാരനിറ പാത്രങ്ങൾ പെയിന്റഡ് ഗ്രേ വെയർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. എന്താ ജനങ്ങൾ ഉപയോഗിച്ച മൺപാത്രങ്ങൾക്ക് എന്താണ് എർത്ത് വെയർ എന്ന് പറഞ്ഞാൽ എന്താണ് മൺപാത്രം അല്ലെ. ഈ ജനങ്ങൾ ലേറ്റർ വേദിക് പീരീഡിൽ ജനങ്ങൾ ഉപയോഗിച്ച ഈ എർത്തേൺ വെയറിനെയാണ് എന്ത് പെയിന്റഡ് ഗ്രേ വെയർ എന്നറിയപ്പെടുന്നു അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ചോദ്യം ഉണ്ടാക്കാം. വാട്ട് ഈസ് നോൺ ആസ് എ പെയിന്റഡ് ഗ്രേ വെയർ? എന്താണ് ഇത്? എർത്തേൺ വെയർ യൂസ്ഡ് ബൈ ദ പീരീഡ് ഓഫ് ലേറ്റർ വേദിക് പീരീഡ് ഈസ് നോൺ ആസ് painted gray ware. Okay. The remnants of a few such pots are seen in the figure. എന്താണ് അവയിൽ ചിലതിന്റെ ശേഷിപ്പുകളാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നത്. കണ്ടോ ഈ ചിത്രത്തിൽ കണ്ടല്ലേ remnants of painted gray ware അല്ലെ. ആ ചാരം തേച്ച ചാര നിറപാത്രങ്ങളുടെ ഭാഗങ്ങളാണിത് കേട്ടോ. When people began to lead a settled life, some changes were brought about in their social life. എന്താണ് ജനങ്ങൾ സ്ഥിരവാസം ആരംഭിച്ചതോടെ അവരുടെ ജീവിതക്രമത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി അല്ലേ. അവരുടെ സോഷ്യൽ ലൈഫിലൊക്കെ കുറെ മാറ്റങ്ങൾ ഉണ്ടായി അല്ലേ. The society got divided into 4 based on occupations. എന്താണ് സമൂഹത്തിൽ നിലനിന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ 4 വിഭാഗങ്ങളായി
വിഭജിക്കപ്പെട്ടു അല്ലെ. എന്താണ് ഇവിടെ നോക്കിയാൽ കുറച്ച് ചേഞ്ചസ് വന്നു. സൊസൈറ്റി എന്താക്കി അവരുടെ ജോലിന്റെ കാര്യത്തിലാക്കിയിട്ട് എന്താ 4 ആക്കിയിട്ട് ആ സൊസൈറ്റിനെ അവർ ഡിവൈഡ് ചെയ്തു അല്ലെ. ആരൊക്കെയായിട്ടാണ്? ദ ബ്രാഹ്മിൻസ്, ദ ക്ഷത്രിയാസ്, ദ വൈശ്യാസ് ആൻഡ് ദ ശൂദ്രാസ്. എന്തൊക്കെയാണ്? എന്താ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയുള്ള ഈ വിഭജനം എന്താണ്? ഈ വിഭജനം ദിസ് സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് നോൺ ആസ് എന്താണ്? ചതുർവർണ്ണ്യ അല്ലെ. എന്താണ്? ചതുർവർണ്ണ്യം എന്നറിയപ്പെട്ടു. ഓക്കെ, അപ്പൊ ഈ വിഭജനത്തിനാണ് എന്ത്? ഈ ചതുർവർണ്ണ്യ എന്ന് അറിയപ്പെടുന്നത് അല്ലെ. ഏതൊക്കെയാണ് ഇവര് 4 ആക്കി? ഓക്യുപ്പേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ 4 ആക്കി സൊസൈറ്റിനെ ഡിവൈഡ് ചെയ്തത്. എന്നിട്ട് ഏതൊക്കെയാണ്? ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ് ആണ്. അവരുടെ ആ സ്ട്രാറ്റിഫിക്കേഷന്, ഈ വിഭജനമാണ് ചതുർവർണ്ണ്യം എന്നറിയപ്പെടുന്നത്. ക്യാൻ യു നെയിം ദ ഗോഡ്സ് ആൻഡ് ഗോഡസ് വർഷിപ്ഡ് ഇൻ ദ ഋഗ്വേദിക് പീരീഡ്? ഋഗ്വേദിക് പീരീഡിൽ ഏതൊക്കെ ദേവന്മാരെയും ദേവതമാരെയാണ് ജനങ്ങൾ ആരാധിച്ചിരുന്നത്? ഏതൊക്കെയാണ്? നമ്മളൊന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒന്ന് നോക്കി മറിച്ചു നോക്ക് ഏതൊക്കെയാന്നുള്ളത്. അപ്പൊ അവരൊക്കെ അല്ലേ. ഓക്കെ, അപ്പൊ ഇൻ ദ ലേറ്റർ വേദിക് പീരീഡിൽ അപ്പൊ എന്താണ്? പിൽക്കാല വേദകാലത്ത് എന്താണ്? This mode of worship lost its importance and instead yagas became important. എന്താണ്? ഈ പിൽക്കാല വേദകാലത്ത് ഈ ആരാധന രീതിയുടെ പ്രാധാന്യം കുറഞ്ഞു അല്ലെ. പകരം യാഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ആരാധനാ രീതി വ്യാപകമായി അല്ലെ. അവരെന്താക്കിയ അന്നത്തെ ആ ആരാധനക്ക് പ്രാധാന്യം കുറഞ്ഞ് പിന്നെ യാഗങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കാൻ തുടങ്ങി അല്ലെ. മോസ്റ്റ് ഓഫ് ദ യാഗാസ് ഇൻവോൾവ്ഡ് ആനിമൽ സാക്രിഫൈസ് ഓൺ എ ലാർജ് സ്കെയിൽ. എന്താണ്? കാലികളെ ബലി അർപ്പിക്കാനായിരുന്നു മിക്ക യാഗങ്ങളും അല്ലെ. കാലികളെ ബലി അർപ്പിക്കാനായിരുന്നു പിന്നെ എന്താക്കിയത്? ഈ യാഗങ്ങളിലൊക്കെ അവര് ഇൻവോൾവ് ചെയ്തത് അല്ലെ. എന്താണ്? അവര് ബലി അർപ്പിക്കുന്നവയായിരുന്നു മിക്ക യാഗങ്ങളും. Some features of the Rigvedic and later Vedic period are given below. ഇവിടെ ഈ ഋഗ്വേദിക് പീരീഡ് ലേറ്റർ വേദിക് പീരീഡ്സ് എന്താണ്? കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത് അല്ലെ. ചില പ്രത്യേകതകളാണ് താഴെ തന്നിരിക്കുന്നത്. Read them carefully and write down the relevant period in the space provided. എന്താണ്? അവ ഏത് കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അവയ്ക്ക് നേരെയുള്ള കോളങ്ങളിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. Stones do have a story to tell. അപ്പൊ ഫീച്ചേഴ്സ് എന്താണ്? ഋഗ്വേദിക് പീരീഡും ഇത് ഹെഡിങ് താഴെ ആയിട്ട് വരണം അല്ലെ. അപ്പൊ എന്താ ഫീച്ചേഴ്സ് എന്താണ്? അഗ്രികൾച്ചർ ബിക്കേം ദ ചീഫ് ഓക്യുപ്പേഷൻ. എന്താണ്? കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ചു. ഏത് കാലത്താണ്? ഋഗ്വേദിക് ആണോ ലേറ്റർ വേദിക് പീരീഡ് ആണോ? ഞാൻ പഠിപ്പിച്ചു തന്നു അല്ലെ, ഏതാന്നുള്ളത് എഴുതുക. പിന്നെ യാഗാസ് ബിക്കേം പ്രിവലന്റ്. എന്താ? യാഗങ്ങൾ വ്യാപകമായി. ഏത് പീരീഡാണ്? ലേറ്റർ വേദിക് പീരീഡ് ആണ്. ഏതാണ്? അത് എഴുതുക. ഓക്കെ, അയൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെന്റ്സ് വെർ യൂസ്ഡ്. പിന്നെന്താണ്? അയൺ ഉപയോഗിക്കാൻ തുടങ്ങി. എന്താണ്? ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ച്. അത് ഏത് പീരീഡിലാന്ന് നിങ്ങൾ എഴുതുക. കാറ്റിൽ റിയറിംഗ് വാസ് എ മെയിൻ ഓക്യുപ്പേഷൻ. എന്താ? കാലി വളർത്തലായിരുന്നു മുഖ്യ തൊഴിൽ. ആ ഏത് ഇതിലാണ് വരുന്നത്? അത് എഴുതുക. ബിഗാൻ സെറ്റിൽഡ് ലൈഫ്. എന്താണ്? സ്ഥിരവാസം ഉറപ്പിച്ചത് ഏത് ഇതിലാണ്? ലേറ്റർ ആണോ വേദിക് പീരീഡ് ആണോ? അത് എഴുതുക. ഗോഡ്സ് ലൈക്ക് ഇന്ദ്ര ആൻഡ് വരുണ വർഷിപ്ഡ്. എന്താ? ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ദേവന്മാരെ ആരാധിച്ചത് ഏത് പീരീഡിലാണ്? അത് എഴുതുക. പെയിന്റഡ് ഗ്രേ വേസ് വെർ യൂസ്ഡ്. ചായം തേച്ച ചാരപാത്രങ്ങൾ ഉപയോഗിച്ച് ഏത് പീരീഡിലാന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പം കുട്ടികളെ, അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് നന്നായി മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ചെറിയ ഭാഗങ്ങളെ എടുക്കുന്നത് നിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാല് ഈ ഭാഗം നന്നായി മനസ്സിലാക്കുക. ഈ ഭാഗം നന്നായി വായിച്ചതിന് ശേഷം നിങ്ങൾ എന്താക്കുക? ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, ആൻസർ ഉണ്ടാക്കുക കേട്ടോ. സിമ്പിൾ അല്ലേ ചാപ്റ്റർ? അപ്പൊ നിങ്ങൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് അടുത്ത ഭാഗം സ്റ്റോൺസ് ഡു ഹാവ് എ സ്റ്റോറി ടു ടെൽ എന്ന് പറഞ്ഞ ഈ ഭാഗം, എന്താ? കല്ലുകൾ കഥ പറയുന്നുള്ള ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം.